ആശമാരുടെ നിരാഹാര സമരം രണ്ടാം ദിവസം. പ്രശ്നപരിഹാരത്തിന് തടസ്സം ആശമാരുടെ പിടിവാശിയെന്ന് മന്ത്രി എം.ബി. രാജേഷ്. ക്യൂബൻ സംഘത്തെ കാണാനുള്ള ഡൽഹി യാത്രയെ മാധ്യമങ്ങൾ വിവാദമാക്കിയെന്ന് ശോഭിച്ച് ആരോഗ്യമന്ത്രി. അപ്പോയിന്റ്മെന്റ് എടുത്ത സാഹചര്യവും കേന്ദ്രമന്ത്രിയോട് പറഞ്ഞതും വളരെ വ്യക്തമാണ്. പക്ഷേ അതിന്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് തേടിയത് കുറ്റകരമാണ്, ആ അപ്പോയിന്റ്മെന്റ് തേടിയതിനകത്ത് പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സർക്കാരിന്റെ പരാജയമെന്ന് പ്രതിപക്ഷ നേതാവ്. പെരുമ്പാവൂർ കൂപ്പമ്പടിയിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ പീഡിപ്പിച്ച കേസിൽ അമ്മയും പ്രതിയാകും. പ്രതി ധനേഷ് കുട്ടികളെ പീഡിപ്പിച്ചത് അമ്മയ്ക്ക് അറിയാമായിരുന്നുവെന്ന് പോലീസ്. പെൺകുട്ടികളെ അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റി. മുൻകൂട്ടിയുള്ള ടിക്കറ്റ് ബുക്കിംഗിൽ റെക്കോർഡ് സൃഷ്ടിച്ച എമ്പുരാൻ. ആദ്യ 1 മണിക്കൂറിൽ 93,000 ഓൺലൈൻ ബുക്കിംഗ്, മറികടന്നത് പുഷ്പയുടെയും ജവാന്റെയും റെക്കോർഡ്. കണ്ണൂർ മുഴുപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ 9 CPM പ്രവർത്തകർ കുറ്റക്കാർ. CPM വിട്ട് BJPയിൽ ചേർന്നതിനുള്ള പകപോക്കലെന്ന് കോടതി. കുറ്റക്കാരിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജും. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കെട്ടുകണക്കിന് കണക്കിൽപ്പെടാത്ത നോട്ടുകൾ. പണം കണ്ടെടുത്തത് വീടിന് തീപിടിച്ചപ്പോൾ അണയ്ക്കാൻ വന്ന ഫയർഫോഴ്സ്. ജഡ്ജിയെ സ്ഥലം മാറ്റി സുപ്രീം കോടതി കൊളീജിയം. നാഗ്പൂർ സംഘർഷത്തിൽ മുഖ്യ സൂത്രധാരൻ ഫഹീം ഖാൻ ഉൾപ്പെടെ 5 പേർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം. 18 SIT സംഘങ്ങൾക്ക് പുറമെ അന്വേഷണത്തിനായി NIAയും. സംഘർഷത്തിലായവർ കർഫ്യൂ പിൻവലിച്ചു. നാദാപുരം പേരോട് സ്കൂളിലെ +2 വിദ്യാർത്ഥികളുടെ റാഗിംഗ് ദൃശ്യങ്ങൾ പുറത്ത്. ഷർട്ടിന്റെ ബട്ടൺ ഇടാത്തതിനും താടി വളർത്തിയതിനും +1 വിദ്യാർത്ഥികൾക്ക് മർദ്ദനം. വിദ്യാർത്ഥിയുടെ തല ചുമരിലിടിപ്പിച്ചു. 4 വിദ്യാർത്ഥികൾക്കെതിരെ കേസ്. ആശാ വർക്കർമാരുടെ സമരത്തെ കൈയൊഴിയുകയാണ് സർക്കാർ. പരിഹരിക്കാവുന്ന കാര്യങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞതായും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള സമരം അവസാനിപ്പിക്കണമെങ്കിൽ സമരക്കാർ പിടിവാശി ഉപേക്ഷിക്കണമെന്നുമാണ് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന് നിയമസഭയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഈ സമരരംഗത്തുള്ളവരെ നയിക്കുന്ന ചിലർക്ക് ഈ സമരത്തിൽ ഇവരുടെ ആവശ്യം നിറവേറ്റുക എന്നുള്ളതല്ല ലക്ഷ്യം. ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കാമെന്ന ആവശ്യത്തിനെതിരായിട്ട് കേന്ദ്ര സർക്കാരിനെ സഹായിക്കുന്ന സമരമാണിത്. സംസ്ഥാന ഓണറേറിയം കൂട്ടിത്തരണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങളെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം, ജീവനക്കാരായി അംഗീകരിക്കണം, ഞങ്ങൾക്ക് മറ്റെല്ലാ ആനുകൂല്യങ്ങളും കിട്ടണമെന്ന ആവശ്യത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് കേന്ദ്രത്തെ സഹായിക്കുന്ന ഈ സമരത്തിന്റെ ഒപ്പം ഒരു ട്രേഡ് യൂണിയനുകളും നിൽക്കാത്തത് അതുകൊണ്ടാണ് ഇന്നലെ സമരത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 354. 26,000 പേരിൽ 1.3% പേർ മാത്രമാണ് പങ്കെടുക്കുന്നത്. ഇപ്പൊ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു സമരത്തെ നമ്മൾ ആര് ശ്രമിച്ചാലും അത് പരിഹരിക്കാൻ പറ്റില്ല. ലക്ഷ്യം രാഷ്ട്രീയമല്ല, ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണോ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നത് പരിഹരിച്ചു കഴിഞ്ഞു. അപ്പൊ സർക്കാരിന്റെ പിടിവാശിയല്ല, സമരക്കാരുടെ പിടിവാശിയാണ്. സമരക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പിടിവാശി ഉപേക്ഷിച്ചാൽ ഈ സമരം പരിഹരിക്കാവുന്നത്. സർക്കാർ മുൻകൈയെടുത്ത് അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്ന് സബ്മിഷനായി വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. സമരം ന്യായമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഇക്കാര്യം താൻ ഉന്നയിച്ചതാണെന്നും VD സതീശൻ നിയമസഭയെ അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതിരുന്ന പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ സമരം ന്യായമായ ആവശ്യമാണ്. ഈ കാര്യത്തിന് സംസ്ഥാന സർക്കാർ ന്യായമായ പരിഹാരം ഉണ്ടാക്കണം. അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല. വീണ്ടും ഈ സമരത്തെ പരിഹസിക്കാനും ഈ സമരത്തെ പുച്ഛിക്കാനും സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കാനും സർക്കാർ ഇറങ്ങി പുറപ്പെട്ടതിൽ അതിശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോക്കൗട്ട് ചെയ്തു. ശ്രീ കെ ബാബു നെന്മാറ, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി.
കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുവാനുള്ള ഡൽഹി യാത്ര വിവാദമായതോടെ പ്രതികരണവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആരോഗ്യമന്ത്രിയുമായി ഇന്നലെ തന്നെ കൂടിക്കാഴ്ച നടത്തുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് വീണ ജോർജ് പറഞ്ഞു. ഡൽഹിയിലെത്തുമ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം തേടുന്നതാണോ അത് നൽകാത്തതാണോ തെറ്റെന്ന് ചോദിച്ച മന്ത്രി മാധ്യമങ്ങൾ സത്യത്തെ മൂടിവെക്കുന്നത് ആർക്കു വേണ്ടിയാണെന്നും വിമർശനം ഉന്നയിച്ചു. അതേസമയം JP നദ്ദയെ കാണാൻ വൈകിയാണ് വീണ ജോർജ് അനുമതി തേടിയതെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം. ഇന്നലെ മുഴുവൻ ഡൽഹിയിലുണ്ടായിരുന്നെങ്കിലും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണാതെയാണ് വീണ ജോർജ് മടങ്ങിയെത്തിയത്. കൂടിക്കാഴ്ചയ്ക്ക് അപേക്ഷ നൽകിയിരുന്നെങ്കിലും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനുമതി ലഭിച്ചില്ല. എന്നാൽ മന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയത് എന്നാണെന്ന് വിവാദം കനക്കുന്നതിനിടെ വിശദീകരണവുമായി മന്ത്രി രംഗത്ത് വന്നു. ആരോഗ്യമന്ത്രിയെ ഒരാഴ്ചയ്ക്കുള്ളിൽ കാണുമെന്നാണ് ബുധനാഴ്ച തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. കേന്ദ്രമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് ലഭിച്ചില്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വന്നു കാണുമെന്നായിരുന്നു ഡൽഹിയിലെ പ്രതികരണം. തന്റെ ഡൽഹി യാത്രയുടെ ഉദ്ദേശത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയോ മാധ്യമങ്ങൾ ചോദിക്കുകയോ ചെയ്തിട്ടില്ല. മാധ്യമങ്ങൾ സത്യത്തെ മൂടിവെക്കുന്നത് ആർക്കു വേണ്ടിയാണെന്ന് വിമർശിച്ച മന്ത്രി കേന്ദ്രമന്ത്രിയെ കാണാൻ അനുമതി തേടിയതാണോ അനുമതി നിഷേധിച്ചതാണോ തെറ്റെന്ന് പോസ്റ്റിൽ ചോദിച്ചു. ഇവരോട് വീണ്ടും നമ്മൾ ചർച്ച നടത്തി തലേദിവസം നടത്തുന്നു. ആ ചർച്ചയിലും ഇത് പിറ്റേന്ന് നിരാഹാരത്തിലേക്ക് പോകുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് കാണണമെന്ന് തീരുമാനിച്ചു, അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു. ഇതാണ് സാഹചര്യം. ഇനി ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറയട്ടെ, ഇത് വളരെ കഷ്ടമാണ്. കാരണം അല്ല, അത് അദ്ദേഹം തരും. ഞാൻ ഇന്നലെ ഡൽഹിയിൽ പറഞ്ഞ കാര്യവും ഇപ്പൊ പറയുന്നതും തരട്ടെ. ഇല്ല, തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മന്ത്രിയുടെ യാത്രയെ ഗൌരവമായി കാണുന്നില്ലെന്നായിരുന്നു ആശാവർക്കർമാരുടെ പ്രതികരണം. മറ്റിടങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ പ്രശ്നം പരിഹരിക്കുമ്പോൾ ഇവിടെ എന്ത് ബുദ്ധിമുട്ടെന്നും ചോദ്യം. എന്നാൽ കേന്ദ്ര നയത്തെ പിന്തുണയ്ക്കുന്നുമില്ല. ആരോഗ്യമന്ത്രി യാത്ര നമ്മുടെ ഒരു വിഷയമല്ല. ആരോഗ്യമന്ത്രിക്ക് ഈ ഇന്ത്യയിൽ എവിടെയും പോകാം, ഇന്ത്യക്ക് പുറത്തും പോകാം. അതും നമ്മുടെ വിഷയമല്ല. നമ്മൾ വളരെ കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, റിട്ടയർമെന്റ് ബെനിഫിറ്റ് നൽകുക. ഈ രണ്ട് കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല. അനുമതി തേടാതെ കേന്ദ്രമന്ത്രിയെ കാണാൻ പോയതിൽ ഒരു പിശകുമില്ലെന്ന് LDF കൺവീനർ. കേന്ദ്രമന്ത്രിയെ കാണാൻ ഇനിയും ശ്രമിക്കും. ആരോഗ്യവകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് അവിടെ രേഖാമൂലം നിവേദനം കൊടുത്തിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടരുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് പരമാവധി സഹായം കിട്ടുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തണം. ഇനിയും തുടരാൻ പോവുക. 40 ദിവസം പിന്നിട്ട പ്രതിഷേധത്തിൽ നിരാഹാര സമരം 2ാം ദിനത്തിലേക്ക് കടന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം കുറുപ്പുംപടിയിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ പീഡിപ്പിച്ചത് അമ്മയുടെ അറിവോടെയാണെന്ന് പ്രതി ധനേഷിന്റെ മൊഴി. ഇതോടെ കേസിൽ അമ്മയെ പ്രതി ചേർക്കും. കുട്ടികളെ CWCയുടെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പെരുമ്പാവൂർ കുറുപ്പുംപടിയിൽ 12ഉം 10ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ പീഡനത്തിനിരയായ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അവസാന 3 മാസം പെൺകുട്ടികളെ പീഡിപ്പിച്ചിരുന്നത് അമ്മയുടെ അറിവോടെയാണെന്നാണ് പ്രതി ധനേഷ് പോലീസിന് നൽകിയ മൊഴി. ലൈംഗിക വൈകൃതമുള്ളയാളായ ധനേഷ് പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ കുഞ്ഞുങ്ങളെ ഭീഷണിപ്പെടുത്തിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പെൺകുട്ടികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. ധനേഷാണ് അതിക്രമത്തിന് ഇരയാക്കിയതെന്ന് പെൺകുട്ടികൾ മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ഇടപെട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടികളെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. പെൺകുട്ടികൾക്ക് CWC കൌൺസിലിംഗ് നൽകും. മൂത്ത പെൺകുട്ടി സ്കൂളിലെ സുഹൃത്തിന് എഴുതിയ കുറിപ്പിൽ നിന്നാണ് അതിക്രമത്തിന്റെ വിവരം പുറത്തറിയുന്നത്. കുറിപ്പ് കാണാനിടയായ അധ്യാപിക വിവരം കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയായിരുന്നു. 2 വർഷം മുൻപ് കുട്ടികളുടെ പിതാവ് രോഗബാധിതനായതിനെ തുടർന്ന് സഹായത്തിനെത്തിയ ടാക്സി ഡ്രൈവർ ധനേഷുമായി അമ്മ അടുപ്പത്തിലാവുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ മുഴപ്പിലങ്ങാട് BJP പ്രവർത്തകൻ സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ 9 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. 10ാം പ്രതിയെ വെറുതെ വിട്ടു. CPM പ്രവർത്തകരാണ് 9 പ്രതികളും. ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. 19 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിധി. മുഴപ്പിലങ്ങാട്ടെ BJP പ്രവർത്തകനായ സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 1 മുതൽ 9 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. 10ാം പ്രതിയെ വെറുതെ വിട്ടു. ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. CPM നേതാക്കളും പ്രവർത്തകരുമാണ് കേസിലെ പ്രതികൾ. 2 മുതൽ 1ാം പ്രതി മരണപ്പെട്ടു. 2 മുതൽ 6 വരെ പ്രതികൾക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം 143, 147, 148, 302 കൂടാതെ 120B എന്നിവയും ആംസ് ആക്ട് പ്രകാരമുള്ള കുറ്റമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ 7 മുതൽ 7, 8, 9 പ്രതികൾക്കെതിരെ ഈ കേസിൽ കൊലപാതകത്തിനുള്ള ഗൂഢാലോചന കുറ്റമാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോജ് രാജ് നാരായണനും TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി TK രജീഷും ഉൾപ്പെടും. 2005 ഓഗസ്റ്റ് 7 രാവിലെ
മുഴുപ്പിലങ്ങാട് വെച്ചാണ് സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഓട്ടോയിലെത്തിയ പ്രതികൾ ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊന്നെന്നാണ് കേസ്. ഇതിന് 6 മാസം മുൻപും സൂരജിനെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നു. അന്ന് വെട്ടേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു കൊലപാതകം. CPM വിട്ട് BJPയിൽ ചേർന്നതിന്റെ പകയായിരുന്നു കൊലപാതകത്തിന് കാരണം. ആദ്യം 10 പേരായിരുന്നു കേസിലെ പ്രതികൾ. പിന്നീട് 2 പേരെ കൂടി പ്രതി ചേർത്തു. ഇതിൽ 2 പേർ പിന്നീട് മരിച്ചു. 10 പ്രതികളിൽ 1-ാം പ്രതിയാണ് TK രജീഷ്. NV യാഗേഷ്, K ഷംജിത്ത്, നെയ്യോത്ത് സജീവൻ, പ്രഭാകരൻ, KV പത്മനാഭൻ, മനോമ്പേത്ത് രാധാകൃഷ്ണൻ, നാഗത്താൻകോട്ട പ്രകാശൻ, പ്രദീപൻ എന്നിവരാണ് മറ്റു പ്രതികൾ. ഇതിൽ പ്രകാശനെയാണ് വെറുതെ വിട്ടത്. കൊലപാതകം, ഗൂഢാലോചന തുടങ്ങിയവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. ന്യൂസ് 18 കണ്ണൂർ. കണ്ണൂർ കൈതപ്പുറത്തെ ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണന്റെ കൊലപാതകം ആസൂത്രിതമാണെന്ന് പോലീസ്. പ്രതി പെരുമ്പടവ് സ്വദേശി സന്തോഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബ പ്രശ്നത്തെ തുടർന്നുണ്ടായ വ്യക്തിവിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് FIR-ൽ പറയുന്നത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള വ്യക്തിവിരോധമാണ് കൈതപ്പുറം സ്വദേശി രാധാകൃഷ്ണന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ആസൂത്രിതമാണ് കൊലപാതകമെന്നാണ് FIR. കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയും പ്രതി സന്തോഷും സഹപാഠികളായിരുന്നു. ഇവർ തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നുവെന്നും ഇതിന്റെ പേരിൽ രാധാകൃഷ്ണനും സന്തോഷുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസ് പറയുന്നു. രാധാകൃഷ്ണന്റെ ഭാര്യയുമായി സൗഹൃദം തുടരാൻ സാധിക്കാത്തതും കൊലയ്ക്ക് കാരണമായി. കൊലപാതകത്തിന് മുൻപും ശേഷവും പ്രതി സന്തോഷ് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ടിരുന്നു. കൊലപാതകം നടത്തുന്നതിന് തൊട്ടുമുൻപ് കൊള്ളിക്കുക എന്നത് ആണ് ടാഗ്. കൊള്ളിക്കും എന്നത് ഉറപ്പ് എന്ന അടിക്കുറിപ്പോടെ തോക്കേന്തി നിൽക്കുന്ന ചിത്രമാണ് പ്രതി പോസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിന് ശേഷം 7:20 അടുത്ത പോസ്റ്റ്. ഇരുവരും തമ്മിൽ വ്യക്തിപരമായി പ്രശ്നമുണ്ടെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു 2ാമത്തെ പോസ്റ്റ്. ഇന്നലെ വൈകിട്ട് 6:30യോടെയാണ് നിർമ്മാണം നടക്കുന്ന വീട്ടിൽ വെച്ച് സന്തോഷ് രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. വെടിയൊച്ച കേട്ട് പ്രദേശവാസികൾ വീടിനടുത്തേക്ക് എത്തിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രാധാകൃഷ്ണനെ കണ്ടത്. രാധാകൃഷ്ണന് നെഞ്ചിലാണ് വെടിയേറ്റത്. നാടൻ തോക്കാണ് പ്രതി കൊലപാതകത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. മലയോര മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്ന കർഷക രക്ഷാസേന അംഗമാണ് കൊലപാതകം നടത്തിയ സന്തോഷ്. മദ്യലഹരിയിലായിരുന്ന സന്തോഷിനെ കൃത്യം നടന്ന വീട്ടിൽ വെച്ചാണ് പിടികൂടിയത്. ന്യൂസ് 18 കണ്ണൂർ. കോഴിക്കോട് ഷിബില വധക്കേസിൽ കൊലപാതകത്തിനായി പ്രതി യാസിർ ഉപയോഗിച്ചത് 2 കത്തികളാണെന്ന് പോലീസ്. ഷിബിലയെയും പിതാവിനെയും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് 2 കത്തികൾ യാസിർ കരുതിയതെന്നാണ് പോലീസിന്റെ നിഗമനം. കൈതപ്പൊയിലങ്ങാടിയിൽ നിന്നും വാങ്ങിയ മൂർച്ചയേറിയ പുതിയ കത്തിക്കൊപ്പം മറ്റൊരു സ്റ്റീൽ കത്തി കൂടി യാസിറിൽ നിന്നും പോലീസ് കണ്ടെടുത്തിരുന്നു. ഭാര്യ ഷിബിലയെയും പിതാവിനെയും ആക്രമിക്കാനായിരുന്നു 2 കത്തികൾ കരുതിയെന്നാണ് പോലീസ് നിഗമനം. 11 കുത്തുകളാണ് ഷിബിലയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. ഇതിൽ കഴുത്തിന് പിന്നിലേറ്റ ആഴത്തിലുള്ള 2 മുറിവുകളാണ് മരണകാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. മുറിവുകളിൽ ചിലത് ചെറിയ കത്തിയിൽ നിന്നുള്ളവയായിരുന്നു. 2 കത്തികളിലും രക്തക്കറയുള്ളതിനാൽ കൃത്യത്തിനായി ഇവ രണ്ടും ഉപയോഗിച്ചതായാണ് പോലീസ് കരുതുന്നത്. ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം കത്തികൾ കോടതിയിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷിബിലയുടെ മാതാപിതാക്കളായ അബ്ദുറഹ്മാൻ, ഹസീന എന്നിവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. തിങ്കളാഴ്ച പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. പ്രതിയെ ഈങ്ങാപ്പുഴയിലെ വീട്ടിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ന്യൂസ് 18 കോഴിക്കോട്. എറണാകുളത്ത് പെൺസുഹൃത്തിനോട് സംസാരിച്ചതിന് യുവാവിന് കാപ്പ കേസ് പ്രതിയുടെ ക്രൂരമർദ്ദനം. കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ഇരുമ്പ് വടി കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. കാപ്പ കേസ് പ്രതിയായ ശ്രീരാജിനെ മുളവുകാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീരാജിന്റെ പെൺസുഹൃത്തിനോട് സംസാരിച്ചതിനും അടുപ്പം പുലർത്തിയതിനുമാണ് തൃക്കാക്കര സ്വദേശിയായ യുവാവിനെ ഇങ്ങനെ തല്ലിച്ചതച്ചത്. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയ ശേഷം കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ഇരുമ്പ് വടി കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. അടിയേറ്റു വീണ യുവാവിനെ കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച പിന്നെയും മർദ്ദനം തുടർന്നു. ഒടുവിൽ പ്രാണരക്ഷാർത്ഥം ഇയാൾ ഓടി രക്ഷപ്പെട്ടു. സുഹൃത്തിനെ കൊണ്ട് മൊബൈലിൽ ചിത്രീകരിച്ച വീഡിയോ ശ്രീരാജ് തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി. തുടർന്ന് പെൺസുഹൃത്തിന്റെ വീട്ടിലെത്തിയ ശ്രീരാജ് അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കൂട്ടുകാരിയുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പെൺകുട്ടിയുടെ പരാതിയിൽ ശ്രീരാജിനെ മുളവുകാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺസുഹൃത്തിനുള്ള മുന്നറിയിപ്പാണെന്നാണ് പോലീസിനോട് പ്രതി പറഞ്ഞത്. അടുത്ത് കണ്ട മലയാള സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആ രീതിയിലാണ് വിളിച്ചിറക്കി മർദ്ദിച്ചതെന്നാണ് ശ്രീരാജ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്.
ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് നാദാപുരം പേരോട് സ്കൂളിലെ +2 വിദ്യാർത്ഥികളുടെ റാഗിംഗ് ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഷർട്ടിന്റെ ബട്ടൺ ഇടാത്തതിന്റെയും താടി വടിക്കാത്തതിന്റെയും പേരിലാണ് +1 വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചത്. വിദ്യാർത്ഥിയുടെ തല ചുമരിലിടിച്ചു പരിക്കേൽപ്പിച്ചു. സംഭവത്തിൽ 4 +2 വിദ്യാർത്ഥികൾക്കെതിരെ നാദാപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നാദാപുരം പേരോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമേറ്റത്. ഷർട്ടിന്റെ ബട്ടൺ ഇടാത്തതും താടി വടിക്കാത്തതുമാണ് +2 വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചത്. സംഭവത്തിൽ 4 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. റാഗിങ്ങിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മർദ്ദനത്തിൽ +1 വിദ്യാർത്ഥിയുടെ ചെവിക്ക് ഗുരുതര പരിക്കേറ്റിട്ടുമുണ്ട്. സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ മർദ്ദനത്തിനും തടഞ്ഞുവെച്ചതിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നാദാപുരം പോലീസ് കേസെടുത്തത്. പരീക്ഷ എഴുതാൻ വേണ്ടി സ്കൂളിലെത്തിയ +1 വിദ്യാർത്ഥിയുമായി സീനിയർ വിദ്യാർത്ഥികൾ തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. കൈകൾ പിന്നിലേക്ക് പിടിച്ചുവെച്ച് മർദ്ദിക്കുകയും തല പിടിച്ച് ചുമരിലിടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി. ന്യൂസ് 18 കോഴിക്കോട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് മുൻപ് പ്രതി അഫാൻ മരിക്കുന്നതെങ്ങനെയെന്ന് ഫോണിൽ തെരഞ്ഞിരുന്നതായി അന്വേഷണ സംഘം. കൂട്ടക്കൊലയ്ക്ക് മുൻപ് യൂട്യൂബിൽ മരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ കണ്ടിരുന്നു. ഈ ദൃശ്യങ്ങൾ ഉമ്മ ഷെമിയെയും കാണിച്ചിരുന്നതായി പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. ഉമ്മ ഷെമിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ഇന്ത്യൻ സിനിമയിൽ ചരിത്രം കുറിച്ച് എമ്പുരാൻ. ബുക്ക് മൈ ഷോയിലൂടെ ആദ്യ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുക്ക് ചെയ്ത ചിത്രമായി എമ്പുരാൻ മാറിയിരിക്കുകയാണ്. 93,500 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി മാത്രം ആദ്യ മണിക്കൂറിൽ ബുക്ക് ചെയ്തത്. അല്ലു അർജുൻ സിനിമ പുഷ്പ 2, ഷാരൂഖ് ഖാൻ സിനിമ ജവാൻ എന്നിവയെ പിന്തള്ളിയാണ് എമ്പുരാൻ പുതിയ റെക്കോർഡിട്ടത്. Stephen, where is he now? Ma'am, you are going live. 5, 4, 3. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ത്യയൊട്ടാകെ രാവിലെ കൃത്യം 9 മണിക്ക് ബുക്കിംഗ് ആരംഭിക്കുമെന്നായിരുന്നു സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞിരുന്നത്. അങ്ങനെ ബുക്കിംഗ് ആരംഭിച്ചു. കൃത്യം 9 മണിക്ക് തന്നെ. ബുക്ക് ചെയ്യാൻ വേണ്ടി ആപ്പുകൾ തുറക്കാൻ ശ്രമിച്ച ഭൂരിഭാഗം പ്രേക്ഷകരും നിരാശരായി. സൈറ്റ് ഹാങ് ആയി. എമ്പുരാന്റെ ആദ്യ ദിനത്തിൽ ആദ്യ ഷോ തന്നെ കാണാൻ ജനപ്രവാഹമായിരുന്നു ബുക്കിംഗ് സൈറ്റുകളിൽ. അക്ഷരാർത്ഥത്തിൽ ആരാധകർ ബുക്കിംഗ് സൈറ്റുകളെ കൊന്നു. ആദ്യ അരമണിക്കൂർ നിശ്ചലമായിരുന്നു സൈറ്റുകൾ. തിരുവനന്തപുരം, കൊച്ചി, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ആദ്യ ദിനത്തിലെ പ്രധാന തിയേറ്ററുകളിലെ എല്ലാ ഷോയും അരമണിക്കൂറിൽ പൂർത്തിയായി. പലർക്കും ആഗ്രഹിച്ച തിയേറ്ററിൽ ആഗ്രഹിച്ച ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടിയതുമില്ല. ഒടുവിൽ ഭൂരിഭാഗം പ്രേക്ഷകർക്കും കിട്ടിയ തിയേറ്ററിൽ കിട്ടിയ ഷോയ്ക്ക് ബുക്ക് ചെയ്ത് സംതൃപ്തരാകേണ്ടി വന്നു. ആദ്യ മണിക്കൂറിൽ കൊടുങ്കാറ്റായിരുന്നു ബുക്കിംഗ്. അതിലൂടെ ചരിത്രം പിറന്നു. 93,500 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി മാത്രം ആദ്യ മണിക്കൂറിൽ ബുക്ക് ചെയ്യപ്പെട്ടത്. അല്ലു അർജുൻ ചിത്രം പുഷ്പ 2, പ്രഭാസ് ചിത്രം കൽക്കി, ഷാരൂഖ് ഖാൻ ചിത്രം ജവാൻ, വിജയ് ചിത്രം ലിയോ, രൺബീർ കപൂർ ചിത്രം അനിമൽ എന്നിവയെല്ലാം പിന്തള്ളിക്കൊണ്ടാണ് മലയാളത്തിന്റെ മോഹൻലാൽ ഇന്ത്യൻ സിനിമയുടെ ഈ റെക്കോർഡിലേക്ക് എത്തുന്നത്. മാർച്ച് 27 റിലീസിനെത്തുമ്പോൾ കേരളത്തിലെ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് ഇത്രയും നാൾ ഉണ്ടായിരുന്ന വിജയ് ചിത്രം ലിയോയിൽ നിന്ന് മോഹൻലാൽ ചിത്രം എമ്പുരാൻ നേടുമോ എന്ന് അറിയാൻ മാർച്ച് 27 വരെ കാത്തിരിക്കണം. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് വൻതോതിൽ പണം കണ്ടെടുത്തു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നാണ് പണം കണ്ടെടുത്തത്. വീട്ടിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ എത്തിയ ഫയർഫോഴ്സുകാരാണ് പണം കണ്ടെടുത്തത്. പണം കണ്ടെത്തിയതിന് പിന്നാലെ ജഡ്ജിയെ സ്ഥലം മാറ്റാൻ സുപ്രീം കോടതി കൊളീജിയം ശുപാർശ ചെയ്തിട്ടുണ്ട്. ജഡ്ജിയെ അലഹബാദ് കോടതിയിലേക്കാണ് മാറ്റുക. മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ വിളിച്ച സമ്മേളനം നാളെ ചെന്നൈയിൽ ചേരും. യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്നൈയിലെത്തി. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. മണ്ഡല പുനർനിർണയ പ്രക്രിയ മരവിപ്പിക്കുന്നതിനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിനൊപ്പം പൊതുജനങ്ങളിൽ അവബോധം ഉണ്ടാക്കാനുള്ള പ്രചാരണം ഏറ്റെടുക്കുകയാണ് യോഗത്തിന്റെ അജണ്ട.
നാഗ്പൂരിലെ സംഘർഷത്തിൽ മുഖ്യ സൂത്രധാരനടക്കം 5 പേർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി. സംഭവത്തിൽ മുഖ്യപ്രതി ഫഹീം ഖാനെ NIA ചോദ്യം ചെയ്യുകയും സമാന്തര അന്വേഷണം നടത്തുകയും ചെയ്യും. 18 SIT സംഘങ്ങൾ രൂപീകരിച്ച് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളെ തിരിച്ചറിയുന്നത്. ഇതുവരെ 200ഓളം പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം പുറത്തുവിട്ടു. നാഗ്പൂരിലെ 2 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കർഫ്യൂ പിൻവലിച്ചു. 6 പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിടാൻ ട്രംപ് സർക്കാർ. ഇനി മുതൽ അതാത് സംസ്ഥാനങ്ങൾക്കായിരിക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പൂർണ്ണ ചുമതലയുണ്ടാവുക. പക്ഷേ ഡെമോക്രാറ്റുകളുടെ എതിർപ്പ് മറികടന്ന് പുതിയ തീരുമാനം നടപ്പിലാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അമേരിക്കയിൽ വിദ്യാഭ്യാസ വകുപ്പിനെ പിരിച്ചുവിടാനും അതിന്റെ പ്രവർത്തനങ്ങളുടെ അധികാരം പൂർണ്ണമായി സംസ്ഥാനങ്ങൾക്ക് നൽകാനുമുള്ള നടപടികൾക്കാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കമിട്ടത്. 1979 സ്ഥാപിതമായ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികൾക്ക് വായ്പകൾ നൽകുകയും താഴ്ന്ന വരുമാനക്കാരായ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന പ്രോഗ്രാമുകൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് വംശീയ ലൈംഗിക രാഷ്ട്രീയ കാര്യങ്ങൾ ഉപയോഗിച്ച് യുവാക്കളെ പ്രകോപിപ്പിക്കാനാണെന്നായിരുന്നു ട്രംപിന്റെ ആരോപണം. ഇതോടെ ഫെഡറൽ വിദ്യാഭ്യാസ വകുപ്പ് ഉടൻ അടച്ചുപൂട്ടണമെന്ന് സ്ഥാനമേറ്റപ്പോൾ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. വലിയ തട്ടിപ്പെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിനെ ട്രംപ് വിശേഷിപ്പിച്ചിരുന്നത്. വിദ്യാഭ്യാസ നയം നടപ്പിലാക്കേണ്ടത് സംസ്ഥാനങ്ങളാണെന്നും അമേരിക്കക്കാർ ആശ്രയിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ എന്നിവ തടസ്സമില്ലാതെ ഉറപ്പാക്കണമെന്നും ട്രംപിന്റെ പുതിയ ഉത്തരവിൽ പറയുന്നു. വൈറ്റ് ഹൌസിലെ ഈസ്റ്റ് റൂമിൽ സ്കൂൾ കുട്ടികൾക്ക് നടുവിലിരുന്നാണ് ട്രംപ് ഉത്തരവിൽ ഒപ്പുവെച്ചത്. സംസ്ഥാനങ്ങൾക്ക് അവരുടെ സ്കൂളുകൾക്ക് ഏറ്റവും മികച്ചത് എന്താണെന്ന് തീരുമാനിക്കാൻ അധികാരം നൽകണമെന്ന് ആഗ്രഹിച്ചാണ് ഇത്തരം ഒരു ഉത്തരവെന്ന് US വിദ്യാഭ്യാസ സെക്രട്ടറി ലിൻഡ മക്മഹോൺ പറഞ്ഞു. We did terminate almost half of the Department of Education. We did it thoughtfully. We looked to see where duplication was in the departments. We wanted to make sure that we were cutting fat from the bureaucracy, the inward-facing things, not the outward-facing servicing that we do to students and to states. നിലവിൽ അമേരിക്കയിൽ പ്രൈമറി, സെക്കൻഡറി സ്കൂളുകളുടെ 13% ഫണ്ടിംഗ് നൽകുന്നതും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പാണ്. ഉത്തരവ് നിലവിൽ വന്നാൽ ഈ സാമ്പത്തിക സഹായം അവസാനിക്കും. ജോർജിയയിൽ ഈ നടപടി സംസ്ഥാനത്തെ 1.7 ദശലക്ഷം പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശത്തിനായി സംസ്ഥാന വിദ്യാഭ്യാസ നേതാക്കൾ കാത്തിരിക്കുകയാണ്. എന്നാൽ നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ ഏജൻസി അടച്ചുപൂട്ടൽ അടക്കമുള്ള നടപടികളിലേക്ക് ട്രംപിന് നീങ്ങാൻ കഴിയുകയുള്ളൂ. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് സെനറ്റിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ഇത്തരം നിയമനിർമ്മാണങ്ങൾക്ക് 60 വോട്ടുകളുടെ ഭൂരിപക്ഷം ആവശ്യമാണ്. ഇതോടെ 7 ഡെമോക്രാറ്റുകൾ പിന്തുണച്ചാൽ മാത്രമേ ട്രംപിന്റെ പുതിയ നീക്കം നടപ്പിലാവുകയുള്ളൂ. ഡൊണാൾഡ് ട്രംപ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ നടപടിയാണിതെന്നും സ്വേച്ഛാധിപത്യപരമായ അധികാര കയ്യേറ്റമെന്നും സെനറ്റിലെ മുതിർന്ന ഡെമോക്രാറ്റായ ചക്ക് ഷൂമർ പറഞ്ഞു. വിവിധ വിദ്യാഭ്യാസ സഹായങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന ഈ വകുപ്പിൽ 4200-ലധികം പേർ ജോലി ചെയ്യുന്നുണ്ട്. ഈ വർഷം ആകെ $251 ബില്യൺ ബജറ്റ് ചെലവഴിച്ചതായാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് ലക്ഷങ്ങൾ കവർന്നുവെന്ന പരാതിയിൽ ദുരൂഹത. പരാതിക്കാരനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിൽ CCTV ദൃശ്യം കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. പൂവാട്ടുപറമ്പിൽ സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് 40 ലക്ഷം രൂപ നഷ്ടമായതായാണ് പരാതി. ആനക്കുഴിക്കര സ്വദേശി റഹീസാണ് പരാതിക്കാരൻ. കാറിന്റെ ചില്ല് തകർത്താണ് ചാക്കിൽ സൂക്ഷിച്ച പണം കവർന്നതെന്നാണ് ഇയാളുടെ മൊഴി. എന്നാൽ സംഭവത്തിൽ പോലീസിന് ചില സംശയങ്ങളുണ്ട്. പണത്തിന്റെ ഉറവിടം, ഇത്രയധികം പണം ചാക്കിനുള്ളിൽ എന്തിനു സൂക്ഷിച്ചു, ബൈക്കിലെത്തിയവർ കൊണ്ടുപോയ ചാക്കിലുള്ളത് പണം തന്നെയാണോ തുടങ്ങിയ കാര്യങ്ങളിലാണ് വ്യക്തത തേടുന്നത്. ബൈക്കിലെത്തിയ 2 പേർ ചാക്കിട്ടുമായി പോകുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. റഹീസിന്റെ ഭാര്യാപിതാവിന്റെ കച്ചവട സ്ഥാപനം വിറ്റപ്പോൾ ലഭിച്ച പണം അദ്ദേഹം സ്ഥലത്തില്ലാത്തതിനാൽ റഹീസിനെ ഏൽപ്പിക്കുകയായിരുന്നുവെന്ന് അമ്മ സുഹറ പറഞ്ഞു. പൈസ ഇവളെപ്പന്റെ മുതലാളി എന്തോ കട വിറ്റ പൈസ ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു, കട വിറ്റ പൈസ ഓൽക്ക് ഓല സ്ഥലത്ത് വെച്ചൂടെ, അതെന്തിനാ ഇവിടെ കൊണ്ടുവച്ചത്? അപ്പൊ പറയും മുതലാളി ഇവിടെ ഇല്ല, മുതലാളിന്റെ ആളുകൾ എടുത്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞാണ് അയാൾ വന്നാൽ കൊണ്ടുപോകുന്ന. ഭാര്യാപിതാവ് നിർദ്ദേശിച്ച ആൾക്ക് പണം കൈമാറാനാണ് പൂവാട്ടുപറമ്പിലേക്ക് പോയതെന്നും പണം ഏറ്റുവാങ്ങാനെത്തിയ ആളെ കാണാൻ പോയി തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ചാ വിവരം അറിഞ്ഞതെന്നുമാണ് റഹീസ് പോലീസിന് നൽകിയ മൊഴി.
റഹീസിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കുഴഞ്ഞു വീണ് ബോധരഹിതനായ അച്ഛന് രക്ഷകനായി 5 വയസ്സുകാരൻ മകൻ. വെള്ളം തളിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയതിന് പിന്നാലെ കസായര വലിച്ചിട്ട് വാതിൽ തുറന്ന് അയൽവാസികളെ വിവരവും അറിയിച്ചു. നിർണായകമായ ഈ ഇടപെടലാണ് പിതാവിന്റെ ജീവൻ രക്ഷിച്ചത്. പുതുപ്പള്ളി പയ്യപ്പാടി സ്വദേശികളായ മീനുവിന്റെയും അനുവിന്റെയും മകനായ ജോർദാനാണ് പ്രായത്തെ വെല്ലുന്ന രക്ഷാപ്രവർത്തനം നടത്തിയത്. ഒരു 5 വയസ്സുകാരൻ എങ്ങനെയാണ് പിതാവിന്റെ രക്ഷകനായി മാറുന്നത്? ഇപ്പോൾ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അകത്ത് കയറി കിടക്കുമായിരുന്നു. പിന്നെ കഴിക്കാനുള്ള എടുത്ത് കൊടുത്ത് പിന്നെ സൈക്കിളായിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അകത്ത് പൂട്ടിയിട്ടായിരുന്നു. ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. കുറച്ച് നേരത്തിന് എൻ്റെ ബോധം എല്ലാം അങ്ങ് മറിഞ്ഞു. അപ്പോൾ ഇപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, അപ്പം എന്നാ പറ്റിയെന്ന്. അപ്പം ഞാനിങ്ങനെ കൈയൊക്കെ എടുത്ത് ഇങ്ങനെ ആക്ഷനൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ വിളിക്കാനൊക്കെ നോക്കുന്നുണ്ട്. കുറച്ച് നേരത്തെ പിന്നെ എൻ്റെ ബോധം മൊത്തം അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബോധം വന്നപ്പോൾ തന്നെ ഞാൻ ആംബുലൻസൊക്കെ കിടക്കുന്നതായിട്ട് ഓർക്കുന്നത്. പിന്നെ ഞാൻ തന്നെ ഇടയ്ക്ക് കഥ ഡോറൊക്കെ തന്നെ തുറന്നു പോയി. അപ്പത്തിനൊക്കെ പോയി വിളിച്ചോണ്ട് വന്നു. പിന്നെ ആംബുലൻസ് കയറ്റുന്നതന്നെ. ഡോർ എങ്ങനെ തുറക്കാൻ പറ്റിയൊക്കെ എങ്ങനെയാ? ഞാൻ കസാര വെച്ച് വേർന്നു. ഞാൻ പിന്നെ അപ്പച്ചനെ ആ ചേച്ചനെ വിളിച്ചു ആംബുലൻസിൽ വിളിച്ച അപ്പ ആശുപത്രി കൊണ്ടുപോയി. ബോധം പോകുന്നതാണോ കണ്ടേ? എന്താ കണ്ടേ? ബോധം പോകുന്നേ. ആര് പറഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്റെ അമ്മ പറഞ്ഞിട്ടാ. അമ്മ എന്താ പറഞ്ഞു തന്നെ? അപ്പൊ ആപത്തും വന്നാ ഇങ്ങനെ ചെയ്യണമെന്ന്. അതേപോലെ ചെയ്തു. പേടിയൊന്നും തോന്നിയില്ലേ? ഇല്ല. അതിനുശേഷം പേടി തോന്നിയാ? മെഡിക്കൽ പ്രൊഫഷനൊക്കെ ആയിരുന്നു, അതുകൊണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അവന് പലതും കണ്ട് അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ വീട്ടിലാണെങ്കിലും ഇപ്പം പപ്പയ്ക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ആർക്കെങ്കിലും മേലാഴിക്ക് വന്നാലും ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അന്നേരം അവനത് അതുപോലെ തന്നെ ചെയ്യാൻ നോക്കും. ഇപ്പോൾ ഒരു മരുന്നെടുത്ത് കൊടുക്കുന്നതാണെങ്കിലും കൈ നീട്ടി മേടിച്ചിട്ട് ഞാൻ കൊണ്ട് കൊടുക്കാമെന്ന് പറയും. ഇങ്ങനെ ചെയ്യുന്നതൊക്കെ താല്പര്യമാണ്. പിന്നെ ഞാൻ പറയും എന്തെങ്കിലും ആപത്തോ എന്തെങ്കിലും അപകടമൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യണം. മുഖത്ത് വെള്ളം തളിക്കുവോ അല്ലെങ്കിൽ കുലുക്കി വിളിക്കണം. അല്ലെങ്കിൽ പനിയൊക്കെ ആണെങ്കിൽ വെള്ളം നനച്ച് തോർത്ത് വെച്ച് തുടയ്ക്കണം. അപ്പം അത് ഓർത്തിട്ടായിരിക്കും, പനിയൊക്കെ ആണെന്ന് ഓർത്തിട്ടായിരിക്കും അവൻ തോർത്ത് വെച്ച് തുടച്ചെന്നൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിൽ ഇങ്ങനെ ചെയ്യുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ 5 വയസ്സിന്റെ പ്രായത്തിൽ ആ ബുദ്ധിയിൽ അവനത് ഓർത്ത് വെച്ച് ആ സ്പോട്ടിൽ തന്നെ അത് പ്രവർത്തിച്ചെന്ന് പറയുമ്പം എന്തുകൊണ്ടൊന്നാ ഞങ്ങൾക്ക് പേരൻസ് എന്നുള്ള നിലയിൽ എന്താണല്ലോ അഭിമാനിക്കാം. ഈ വീട്ടിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അടഞ്ഞു കിടക്കുന്ന കുറ്റിയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കസേരയൊക്കെ നീക്കിയിട്ട് കുറ്റിയൊക്കെ മാറ്റിയ ശേഷമാണ് വരുന്നത്. കുറേ നെഗറ്റീവ് വാർത്തകൾ കേൾക്കുന്ന കാലത്ത് ഈ കുഞ്ഞിൻ്റെ ഇടപെടൽ ഒരു വലിയ പോസിറ്റീവായി സന്തോഷം പകരുന്ന, ആശ്വാസം പകരുന്ന വാർത്തയായി മാറുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കോട്ടയം പുതുപ്പള്ളിയിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. പാതിവില തട്ടിപ്പ് കേസിൽ അനന്തു കൃഷ്ണനെ ഒരു ദിവസത്തേക്ക് തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ഇളംദേശം സീഡ് സൊസൈറ്റിയുടെ 60 പേരുടെ 3.5 കോടി തട്ടിച്ചുവെന്ന പരാതിയിലാണ് അനന്തുവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. തൊടുപുഴ മുട്ടം CJM കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത്. ജീവന് ഭീഷണിയുണ്ടെന്നും കോടതിയിൽ രഹസ്യമൊഴി നൽകാൻ തയ്യാറാണെന്നും അനന്തു അറിയിച്ചു. രാഷ്ട്രീയക്കാരുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുള്ളതിനാൽ പോലീസും രാഷ്ട്രീയക്കാരും ഒത്തുകളിക്കുമെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും അനന്തു പറഞ്ഞു. കേസിൽ ആനന്ദകുമാർ കുടുങ്ങുമെന്നും അനന്തു കൃഷ്ണൻ പറഞ്ഞു. കാക്കനാട് ജില്ലാ ജയിലിലെ ജാതി അധിക്ഷേപത്തിൽ ഡോക്ടർക്കെതിരെ കേസെടുത്തു. ജയിലിലെ ഫാർമസിസ്റ്റിന്റെ പരാതിയിൽ ഡോക്ടർ ബെൽന മാർഗ്രറ്റിനെതിരെയാണ് കേസെടുത്തത്. ജാതിയിൽ താഴ്ന്നയാളെന്ന് പറഞ്ഞ് നിരന്തരം അധിക്ഷേപിച്ചിരുന്നുവെന്നും ഡോക്ടറുടെ ശുചിമുറി സ്ഥിരമായി കഴിയിക്കാറുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട്. വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമെന്ന് ഡോക്ടർ ഭീഷണിപ്പെടുത്തിയതായി സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ഫാർമസിസ്റ്റ് പറഞ്ഞു. പി അപ്പുക്കുട്ടൻ മാസ്റ്റർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. പുരോഗമന കലാസാഹിത്യ സംഘം മുൻ സംസ്ഥാന സെക്രട്ടറിയും കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയുമായിരുന്നു അദ്ദേഹം. അന്നൂർ വില്ലേജ് ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ ബോധപൂർവമായ നീക്കം നടക്കുന്നുവെന്ന് PV അൻവറിന്റെ ആരോപണം. മാർച്ച് 31-നകം തീരുമാനമുണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് അൻവർ പറയുന്നത്. നിലമ്പൂർ ഇലക്ഷന് വൈകുന്ന ലക്ഷണമാണ്. അത് നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിണറായിസത്തിനെതിരെ കേരളത്തിന്റെ ജനമനസ്സ് എന്താണ് ഇന്നത്തെ സ്ഥിതിയിൽ എന്ന് കാണിച്ചു കൊടുക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് നിലമ്പൂരിൽ നിന്നും ഉണ്ടാകുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ മാറി നിൽക്കുന്നത്, രാജിവെച്ചത്. അത് സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന അവർക്കല്ലേ. അപ്പൊ അവരെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ താല്പര്യം ഉണ്ടാവില്ല. IPL 18ാം സീസണ് നാളെ തുടക്കമാകും. 10 ടീമുകൾ തമ്മിലാണ് അടുത്ത 2 മാസക്കാലം കൊമ്പ് കോർക്കാൻ പോകുന്നത്. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും.
ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ബ്ലോക്ക് ബസ്റ്ററുകളുടെ ദിനങ്ങളാണിനി. ബാറ്റും ബോളുമായി എമ്പുരാന്മാർ വേദികൾ കൈയടക്കും. അടിമുടി മാറ്റങ്ങളുമായിട്ടാണ് 10 ടീമുകളും കളത്തിലിറങ്ങുന്നത്. 9 ഇന്ത്യൻ ക്യാപ്റ്റന്മാർ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിനിടയിൽ സൺറൈസേഴ്സ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് മാത്രമാണ് ഏക വിദേശ നായകൻ. 13 വേദികളിലായിട്ടാണ് IPL സീസൺ. ഈ വേദികളിലെല്ലാം ഉദ്ഘാടന ചടങ്ങുകൾ നടത്താനാണ് BCCIയുടെ തീരുമാനം. ബോളിവുഡ് താരങ്ങളടക്കം ഉദ്ഘാടന പരിപാടികളിൽ അണിനിരക്കുകയും ചെയ്യും. 6ാം കിരീടം ലക്ഷ്യമിട്ട് ചെന്നൈയും മുംബൈയും ഇറങ്ങുമ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട ടീമായി സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസും മുൻപന്തിയിലുണ്ടാകും. കന്നി കിരീടം മോഹിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, പഞ്ചാബ് കിങ്സ്, ഡൽഹി ക്യാപിറ്റൽസ്, ലക്നൌ സൂപ്പർ ജയൻസ് ടീമുകളുമുണ്ട്. ഒരു വശത്ത് ആവേശം നിറയുമ്പോൾ മറുവശത്ത് കൊൽക്കത്തയിൽ ആവേശം കെടുത്തുന്ന വാർത്തയായി കാലാവസ്ഥ റിപ്പോർട്ടുമുണ്ട്. ഇടിയോടുകൂടിയ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. മഴയിൽ മുങ്ങാതെ ഇടിവെട്ട് കളി കാണാനുള്ള ആഗ്രഹത്തിലാണ് രാജ്യത്തെ ക്രിക്കറ്റ് പ്രേമികൾ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8270, പവന് 66,160. 18 ക്യാരറ്റ് ഗ്രാമിന് 6,825, പവന് 54,600 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ, കിലോയ്ക്ക് 1,10,10,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം.